ഇങ്ങനൊരു കലാരൂപം വയനാട്ടിലുണ്ടോ? ഇത്ര നല്ലൊരു കലാരൂപം മറ്റുള്ളവരിൽ എത്തിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പണി നിർത്താന്ന് വെച്ചാൽ കമ്പളനാട്ടിയിൽ വരും, പിന്നെ വട്ടക്കളിയും വരും. കമ്പളനാട്ടി എന്ന് വെച്ചാൽ വയലിൽ കൃഷി ചെയ്യുമ്പോൾ മാത്രം വർഷങ്ങളിൽ. പിന്നെ വട്ടക്കളി എന്ന് വെച്ചാൽ കഴവും കളി എന്ന് പറയുന്നത്. മാക്സിമം നമ്മൾ അങ്ങോട്ടേക്ക് കഴവും കളി എന്ന് പറയും. അത് എന്താ പറയുക, കല്യാണ ദിവസങ്ങളിൽ, അതായത് താലി കെട്ടുന്ന ആ ഒരു കല്യാണ ദിവസമല്ലേ അതും, പിന്നെ വയസ്സറിയിച്ച കല്യാണം, അതായത് പ്രായപൂർത്തിയാകുമ്പോഴത്തേക്കും, പിന്നെ മരണാന്തര ചടങ്ങ്, അങ്ങനെയാണ് വട്ടക്കളി വരുന്നത്. പൊതുവേ നമ്മൾ അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ മാത്രം അറിയപ്പെടുന്ന, ഞങ്ങളുടെ മാത്രം ഊരുകളിൽ ഈ എന്താ പറയുക നടത്തി വരുന്ന ഒരു കലാരൂപം, അല്ലെങ്കിൽ ഞങ്ങളുടേതായ ട്രഡീഷണൽ നമ്മുടെ ഡാൻസ്, പാട്ട്, കാര്യങ്ങൾ, അത് ഈ പൊതുവേദിയിൽ കൊണ്ടുവരിക, കുട്ടികളെ ഏറ്റെടുക്കുക, അതിനെ സന്തോഷപൂർവ്വം, അത് ഒത്തിരി എന്താ പറയുക അഭിമാനവും സന്തോഷം തോന്നുന്ന വിഷയമാണ് ഇത്. കുറച്ചും കൂടെ വെറൈറ്റി ആണ് ഇത്. സ്റ്റെപ്പുകൾ മൊത്തം അതിൻ്റെതായ ഒരു ഒഴുക്കുണ്ടായിരുന്നു. അതെന്നെ പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയ്ക്കും എന്താ പറയുക ബുദ്ധിമുട്ട് ചെയ്യണമെങ്കിൽ അവരത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടാവും, അതിന് വേണ്ടി ആത്മാർത്ഥത കാണിക്കുന്നുണ്ടാവും. കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടെങ്കിൽ കൂടെ നമുക്ക് 2-3 ദിവസത്തെ ഒരു 2 അല്ലെങ്കിൽ മാക്സിമം ഒരു 5 ടീമിനെ നമുക്ക് മാക്സിമം കിട്ടിയിട്ടുള്ളൂ. കാരണം അറിയാത്ത കൊണ്ടായിരിക്കാം. പക്ഷേ ഈ തവണ വന്നിരിക്കുന്നത് എല്ലാവരും പഠിപ്പിച്ചിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് എല്ലാ മാഷുമാരും നല്ല ഓരോ എഫേർട്ട് ഇട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് എഫേർട്ട് ഇട്ട് വരുമ്പോഴത്തേക്കും നല്ല പെർഫോമൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. അത്രത്തോളം സന്തോഷമുണ്ട്. ഇതിപ്പോൾ ആരും അറിയപ്പെടാത്ത ഒരു കലാരൂപം അത് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ആൾക്കാർ കൂടുതലാണ് ഇവിടെ. കഴിഞ്ഞ വർഷം ഒന്നും ഇത്ര ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ തവണ ഒരുപാട് ആൾക്കാരെ കാണാൻ വേണ്ടി. കാരണം ഈ ഒരു എന്താ പറയാ കലാരൂപത്തെ ഏറ്റെടുത്തത് കൊണ്ടായിരിക്കും ഇത്രയും ആൾക്കാർ. ഇത് 2ാം വർഷമാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ ഫസ്റ്റ് ആണ്. കറക്റ്റ് ഒരു ട്രഡീഷണൽ കലാരൂപമാണിത്. അപ്പോൾ ഇത് കലോത്സവത്തിലേക്ക് കൊണ്ടുവന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സപ്പോർട്ട്, അല്ലെങ്കിൽ എന്താണ് ട്രൈബ്സ്, അങ്ങനെ ഒരു രീതിയിൽ അവരെ ഒന്ന് മുന്നേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പം പഠിച്ചെടുക്കാൻ നല്ല പാടാണ്. ഒന്നാമത് നമ്മുടെ ഭാഷയാണെങ്കിലും വേറെ രീതിയിലാണ് ഉള്ള. പാട്ടായാലും കൊട്ടൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ യൂസ് ആക്കുന്നത്, ചീനി യൂസ് ആക്കുന്ന അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് ടഫായിട്ടുള്ള ഒരു കലാരൂപമാണ് ഈ സംഭവം. സത്യം പറഞ്ഞാൽ വയനാട്ടിലെ അവരുടെ ആ ഒരു രീതി, ആ ഗോത്രത്തെ പറ്റി അറിയാൻ പറ്റി. ഓരോ വർഷം കൂടുന്തോറും ഇതിന് കൂടുതൽ ആൾക്കാർ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് നല്ലൊരു കലാരൂപമാണ്. അവര് കഥയാണ് പറയുന്നത്. അവരുടെ ഓരോ കഥകൾ നമ്മളെ പാട്ടായിട്ട് ചുവട് വെച്ച് താളം ചെയ്തിട്ട് നമ്മളെ പറഞ്ഞു കേൾപ്പിക്കാം. അപ്പോൾ അതിൽ പങ്കെടുത്ത് നമുക്ക് മറ്റുള്ളവരിലേക്ക് ആ കഥ എത്തിക്കാൻ പറ്റിയതിൽ നല്ല സന്തോഷം.